സവാള ചോപ്പ് ചെയ്ത് അല്പം മഞ്ഞൾപ്പൊടി കേട്ടോ. മഞ്ഞൾപ്പൊടി നമുക്കിത് മിക്സ് ചെയ്യാം. ഇപ്പം മുളക് പൊടി കേട്ടോ, യോജിപ്പിച്ച് കുരുമുളക് പൊടി, ഗരം മസാല, ഒരു നല്ല മണമൊക്കെ കിട്ടും കേട്ടോ. അല്പം ചിക്കൻ മസാലയും കൂടി ഇടാം. അതിൻ്റെ ഒരു നല്ല ചിക്കൻ്റെ പോലെ മണം വരും. നല്ല ഇതാണ് കേട്ടോ. എന്നെല്ലാം ഒന്ന് യോജിപ്പിച്ച ശേഷം ശകല വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിക്കുക കേട്ടോ. നമ്മുടെ എഗ് മസാല റെഡിയായി. മൈദാണേ, നമുക്ക് ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാവേ. നമ്മുടെ എഗ്ഗ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ 2 പീസാക്കി വെക്കണം കേട്ടോ. സമൂസ ഷീറ്റ് ഇങ്ങനെ റെഡിയാണ്, മസാല റെഡിയാണ്. ഇനി നമുക്ക് എഗ് പഫ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് ഇതൊരു ഷീറ്റ് കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ മസാല വെക്കാം കേട്ടോ. ഓക്കെ, നമുക്കിതാ എഗ്ഗ് വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിതിങ്ങനെ ഇതാക്കാം. ഓക്കെ, നമുക്ക് മൈദ ഇത് വെച്ച് ഒന്ന് ഒട്ടിക്കാം. ശരി, ഇതാണോ? ഇപ്പം കൊണ്ട് ഇങ്ങനെ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിൽ ഇത്തിരി ഒട്ടിക്കാം. ഇത് ഇപ്പം കൊണ്ട് നമുക്ക് ഒട്ടിക്കാം. ഓക്കെ, അയ്യോ, നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇതിന് പുറത്ത് ഇങ്ങനെ ഒട്ടിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ സൈഡിലൂടെ ഒട്ടിക്കാം. ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ എഗ് പഫ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ഷീറ്റും ഒന്ന് എടുക്കാം. ഓക്കെ, മഴയൊക്കെ പെയ്യുമ്പോഴേ, നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലും പൊരിച്ചതൊക്കെ കഴിക്കാമല്ലോ, സുലൈമാനി ഇട്ടിട്ടൊക്കെ. അപ്പം നമുക്ക് ഇതുപോലെ എഗ് പഫൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അങ്ങനെ ഒരു പൂതി തോന്നിയിട്ടാണ്. ഇതിനകത്ത് നമുക്ക് ചിക്കൻ സമൂസയായിട്ട് ഫില്ല് ചെയ്ത് ഇത് നിറച്ച് ഇങ്ങനെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് മുട്ടയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ തണുപ്പത്ത് നല്ല മഴയത്ത് ഇതും കൊണ്ടൊരു ചായയൊക്കെ കുടിച്ചാൽ അടിപൊളിയായിരിക്കും. എന്തൊരു ആ തണുപ്പത്ത് ആ വൈബിൽ നമ്മൾ അടിപൊളിയായിട്ട് മഴ എൻജോയ് ചെയ്തിരിക്കാൻ പറ്റും. ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ. ഇത് ഞാൻ സമൂസ ഷീറ്റിനകത്താണ് ഉണ്ടാക്കിയത്, അല്ലാതെ നമുക്ക് മൈദ മാവിലും അങ്ങനെ ഇതുണ്ടാക്കി എടുക്കാൻ പറ്റും. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഷീറ്റാണ് എടുത്തത് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല എളുപ്പവുമാണ്.